ഭരണക്കാർ എന്ത് ചെയ്താലും കേസില്ല, അപ്പം അത് വകുപ്പില്ലെന്ന്. യഥാർത്ഥത്തിലെ ധാർമ്മികത അടിസ്ഥാനത്തിൽ രാജിവെക്കണം. MLA ആയിട്ട് നിൽക്കാനും പാടില്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ മെമ്പർഷിപ്പ് പോലും റദ്ദ് ചെയ്യണം. പൊതുസമൂഹം തീരുമാനിക്കട്ടെ രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത്. രാജിവെക്കണമെന്ന് തന്നെയാണ്. അതിന് മുമ്പ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് ആരോപണം ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നതിന് യാതൊരു ന്യായീകരിക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ അർഹനാണോ? നിലവിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് കൃത്യമാണോ? ഇക്കാര്യങ്ങളിലൊക്കെ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. രാജിവെക്കണമെന്ന് തന്നെയാണ്. അതിന് മുമ്പ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് ആരോപണം ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നതിന് യാതൊരു ന്യായീകരിക്കാൻ കഴിയില്ല. ഇത് അങ്ങേയറ്റം, ഇത് കേവലമായിട്ടൊരു സ്ത്രീക്കെതിരെ വന്ന ഒരു ആരോപണം മാത്രമല്ല, ഒട്ടനവധി സ്ത്രീകൾക്കെതിരെ വന്നിട്ടുള്ള അശ്ലീലകരമായിട്ടുള്ള സന്ദേശങ്ങൾ, അതുപോലെയുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ ഒട്ടേറെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണോ അത് തീരുമാനിക്കേണ്ടത് അതുപോലെ ചെയ്യുക. രാജിവെക്കണമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം. പൊതുസമൂഹം തീരുമാനിക്കട്ടെ രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത്. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തീരുമാനിക്കണം, സ്വയം തീരുമാനിക്കണം. ഒരു പൊതുപ്രവർത്തനങ്ങളിലുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കുക എന്നുള്ളതാണ് ശരി. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് രാജിവെക്കണം. MLA ആയിട്ട് നിൽക്കാനും പാടില്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ മെമ്പർഷിപ്പ് പോലും റദ്ദ് ചെയ്യണം. നേതാക്കന്മാർ ഒരുപാട് കാര്യങ്ങളിൽ ഒരു പാർട്ടിയിലെന്നല്ല പല പാർട്ടിയിലും വിട്ടുവീഴ്ച ചെയ്യുന്നു. അത് നമ്മളെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയാണ് ബാധിക്കണം. ഇങ്ങനെ ഒരു MLA നമ്മളെ ഇവിടെ പാടില്ല. സ്ത്രീകൾക്ക് നല്ലൊരു ഇത് കൊടുക്കണം. അവർക്കൊരു ഇത് വേണ്ടേ? അവർക്ക് സുരക്ഷിതയില്ലാതെ പിന്നെ ഇതെങ്ങനെയാണ്? ഒരു അർഹതയില്ല. അതുകൊണ്ട് അത് മാന്യമായിട്ട് രാജിവെക്കുന്നതാണ് നല്ലത്. ഇത്രയും ഒരു കേരളത്തിന് തന്നെ അവമാനമല്ലേ അത്? യഥാർത്ഥത്തിലെ ധാർമ്മികത അടിസ്ഥാനത്തിൽ രാജിവെക്കണം. രാജിവെച്ച് മറ്റുള്ളവർക്ക് മാതൃക കാട്ടണം. കാരണം ഇത് സ്ത്രീ വിഷയമാണ്. ഭരണക്കാർ എന്ത് ചെയ്താലും കേസില്ല, അപ്പം അത് വകുപ്പില്ലെന്ന്. അവർ കേസെടുക്കില്ല, കോടതി ചെല്ലപ്പം പേപ്പർ വെറുതെ പോകണം.